ഇംഗ്ലീഷ് അറിയില്ലെന്ന് കളിയാക്കി മലയാളികളടക്കമുള്ള കുടിയേറ്റക്കാരെ നഴ്സിംഗ് കെയറിംഗ് മേഖലകളിൽ പുറന്തള്ളാൻ വംശീയ വിദ്വേഷം പരത്തുന്ന പാർട്ടികൾ ശ്രമിക്കുമ്പോൾ NHSലായാലും സ്വകാര്യ കെയർ ഹോം മേഖലയിലായാലും കുടിയേറ്റക്കാർ തന്നെയാണ് മികവിൽ മുന്നിലെന്ന് തെളിയിക്കാൻ മലയാളികൾ മാത്രം മതിയാകും. ദുഷ്പ്രചരണം നടത്തുന്നവർക്ക് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മലയാളികൾക്കിടയിൽ നിന്നും ചിലപ്പോഴെങ്കിലും കിട്ടാറുണ്ടെങ്കിലും മികവിന്റെ വിജയകഥകൾ പുറത്തു വരുമ്പോൾ അതിലെല്ലായ്പ്പോഴും ഒരു മലയാളി പേരെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. ഇപ്പോൾ ഡിമെൻഷ്യ കെയർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പീറ്റർബറയിലെ ആഷ്ലിൻ റേഞ്ച് കെയർ ഹോം പ്ലാറ്റിനം അവാർഡ് സ്വന്തമാക്കിയത് മലയാളി മാനേജർമാരുടെ മിടുക്കിലാണ്. അനേകം മലയാളികൾ ജോലി ചെയ്യുന്ന ഈ കെയർ ഹോമിൽ കൃത്യനിഷ്ഠയും അച്ചടക്കവും പാലിക്കാൻ ഓരോ മലയാളി ജീവനക്കാരും പരസ്പരം മത്സരിക്കുന്നതിലൂടെയാണ് അപൂർവമായി എത്തുന്ന ഈ പുരസ്കാരം ഓരോ ജീവനക്കാർക്കും അഭിമാനമായി മാറിയിരിക്കുന്നത്. സാധാരണ CQC പരിശോധനയിൽ 5 സ്റ്റാർ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ മികവിന്റെ അടയാളമായി മാറുമെങ്കിലും ഇപ്പോൾ ആഷ്ലിൻ റേഞ്ച് സ്വന്തമാക്കിയ പ്ലാറ്റിനം പുരസ്കാരം അപൂർവ ബഹുമതി തന്നെയാണ്. രാജ്യമെങ്ങും നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ 5 കെയർ ഹോമുകൾ ഈ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൽ മലയാളി മാനേജർമാർ നയിക്കുന്ന ഒരൊറ്റ കെയർ ഹോം മാത്രമാണ് പ്ലാറ്റിനം പുരസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നത്. നിലവിൽ 100-ലേറെ കെയർ ഹോമുകളിലെങ്കിലും മലയാളി മാനേജർമാർ ഉടമകളായും ജീവനക്കാരായും ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ പീറ്റർബറയിലെ രഞ്ജു വർഗീസും നീതു അനീഷും ചേർന്ന ടീം നേടിയെടുത്തത് സ്വപ്നതുല്യമായ നേട്ടം. പീറ്റർബറയിലെ ആഷ്ലിൻ റേഞ്ച് കെയർ ഹോം ദേശീയ തലത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന ഡിമെൻഷ്യ പരിചരണ അംഗീകാരങ്ങളൊന്നായ പ്ലാറ്റിനം ഡിമെൻഷ്യ കെയർ അക്രഡിഷൻ 3 സ്റ്റാർ പ്ലാറ്റിനം കരസ്ഥമാക്കി ശ്രദ്ധേയമായ നേട്ടം സ്വന്തമാക്കിയത് ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ഓരോ മലയാളിക്കും അഭിമാനമായി മാറുകയാണ്. ഡിമെൻഷ്യ പരിചരണത്തിലെ മികവ്, വ്യക്തി കേന്ദ്രീകൃത സേവനം, ശക്തമായ നേതൃത്വം, ജീവനക്കാരുടെ പരിശീലനം, ഗുണനിലവാര നിയന്ത്രണം എന്നിവ കർശനമായി വിലയിരുത്തിയ ശേഷമാണ് ഈ അംഗീകാരം നൽകുന്നത്. ഈ അഭിമാന നേട്ടത്തിന് പിന്നിൽ മലയാളി നഴ്സുമാരുടെ നേതൃത്വമാണ് പ്രധാന ശക്തിയായി മാറിയത്. രഞ്ജു വർഗീസ് ആഷ്ലിൻ റേഞ്ച് കെയർ ഹോം മാനേജറായി മുഴുവൻ അക്രഡിറ്റേഷൻ പ്രക്രിയയ്ക്കും നേതൃത്വം നൽകി. നീതു അനീഷ് ക്ലിനിക്കൽ ഡെപ്യൂട്ടി മാനേജറായി ക്ലിനിക്കൽ ഗവേണൻസ്, ഡിമെൻഷ്യ കെയർ മെച്ചപ്പെടുത്തൽ, ജീവനക്കാരുടെ പരിശീലനം, ഡോക്യുമെന്റേഷൻ അടിസ്ഥാനമാക്കിയ പരിചരണ രീതികൾ എന്നിവയിൽ നിർണായക പങ്കുവഹിച്ചു. മലയാളി മാനേജ്മെന്റിന്റെ നേതൃത്വത്തോടൊപ്പം ആഷ്ലിൻ റേഞ്ചിലെ നിരവധി മലയാളി ജീവനക്കാരും ഈ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു. നഴ്സുമാരായ റസ്മി സുധിൻ, ജിൽന ജോസ്, കൂടാതെ കെവിൻ ജോയ്, ബെന്നി, ജോയൽ, എൽവിൻ, രചന, അരുൺ ബാബു, ജഗദീഷ്, ക്രിസ്ത്യൻ, ഫ്ലോറൻസ്, മനീഷ, ശ്രീലക്ഷ്മി, ലിസ എന്നിവർ ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമവും ഈ ദേശീയ അംഗീകാരത്തിന് ശക്തമായ പിന്തുണയായി മാറിയിട്ടുണ്ട്. ഒരു വിജയമുണ്ടാകുമ്പോൾ അതിൽ നേതൃത്വം മാത്രമല്ല, ടീം ഒന്നാകെ പങ്കാളികളാകുന്നു എന്നതാണ് ആഷ്ലിൻ റേഞ്ച് തെളിയിക്കുന്ന മാതൃക. അധീന കെയർ ഹോമിന്റെ ഭാഗമായ ആഷ്ലിൻ റേഞ്ച് നേടിയ നേട്ടത്തിൽ റീജിയണൽ ഡയറക്ടർ ജൂഡ് ഷിബു, കമ്പനി CEO, റീജിയണൽ ടീം എന്നിവരും ഈ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളായിരുന്നു. ഒരു കെയർ ഹോമിന്റെ ഡിമെൻഷ്യ പരിചരണ നിലവാരത്തിന്റെ ഏറ്റവും ഉയർന്ന അംഗീകാരങ്ങൾ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇവിടെ ജീവിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുടുംബങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും തുടർച്ചയായ പ്രതിബദ്ധതയെ ഈ അംഗീകാരം തെളിവായി കാണിക്കുന്നുണ്ട്. UK ആരോഗ്യരംഗത്ത് മലയാളി നഴ്സുമാർ മാനേജ്മെന്റിലും ക്ലിനിക്കൽ നേതൃത്വത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് രഞ്ജു വർഗീസിന്റെ നീതു അനീഷിന്റെ നേതൃത്വത്തിൽ ആഷ്ലിൻ റേഞ്ച് നഴ്സിംഗ് ഹോം കൈവരിച്ച ഈ ചരിത്ര വിജയം.